ചെറുപ്പക്കാരൻ, ഒരു 22-23 വയസ്സുള്ള ഒരു കുട്ടി സ്വന്തം അമ്മയുടെ പ്രായമുള്ള എന്നെ നോക്കി സെക്ഷലി ഹറാസ്മെന്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരാക്ഷൻ 3 തവണ കാണിച്ചാൽ ഞാൻ കാറ് നിർത്തി അവന്റെ അരികിലേക്ക് ഈ വാദിച്ച് ജയിക്കാൻ കഴിയില്ല എന്ന് ബോധ്യമായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ തങ്ങളുടെ കയ്യിൽ തെറ്റുണ്ട് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ, ചില സ്ത്രീകൾ, ചില പെണ്ണുങ്ങൾ അവരുടെ രീതിയാണ് ഞാൻ സെക്ഷലി ഹരാസ് ചെയ്യപ്പെട്ടു എന്ന് പറയുന്ന ഒരു സംഭവം. എല്ലാവരുടെ ഇല്ലാട്ടാ, ഞാൻ പറഞ്ഞത് ചിലയാണ്. അതിനേക്കാൾ നല്ലത് ചില സംഘിണികളുടെ എന്നുകൂടി മാറ്റി പറയുന്നത് നന്നായിരിക്കുമെന്ന് ഞാൻ ഇപ്പോൾ വിചാരിക്കുന്നു. നമ്മളെല്ലാവരും ശോഭേച്ച് കുടുങ്ങിയ ആ വീഡിയോ കണ്ടതാണ്, നമ്മളെല്ലാവരും കണ്ടതാണ്. കൃത്യമായിട്ടും അവരുടെ ആ കാറിൽ നിന്ന് ഒരാൾ ഇറങ്ങിപ്പോയിട്ട് ആ ഒരു പാവം അമ്മച്ചിക്ക് ആ ഒരു പൈസ കൊടുക്കുന്നത് 5000 രൂപയാണ്. അത് നമ്മളെല്ലാവരും കണ്ടതാ. ഇതാ ഇങ്ങനെയായിരുന്നു. അതാ എടുത്തു കൊടുക്കുന്നു. കൊടുത്തു ഓടി. ശോഭിച്ച് പറയുന്നത്, തുടക്കത്തിലെ പറയുന്നത്, നിങ്ങൾ ആരാ എന്താന്നൊക്കെ ചോദിച്ച് പറയുന്നത് അത് ഇവളുടെ ബന്ധുവാണെന്നോ മറ്റോ എന്തോ ആണ്. ഒന്ന് കേട്ടോക്കെ. കൊടുക്കുന്നു, ഓടി. അവരാ നടക്കുന്നു, പോയിരിക്കുന്നു. ഈ ബാക്കിൽ ഇരിക്കുന്ന കുട്ടിയുടെ വല്യമ്മയാണ്. ആ വല്യമ്മയ്ക്കാണ് പൈസ കൊടുത്തത്. സ്വാഭാവികം, വല്യമ്മയെ കണ്ടപ്പോ കുട്ടിക്ക് സ്നേഹം കൊണ്ട് വല്യമ്മയ്ക്ക് 5000 രൂപ കൊടുത്തു. അതൊരു പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. അപ്പൊ പണം കൊടുത്തു എന്നുള്ള കാര്യം ഉറപ്പാണ്. പണം കൊടുത്തിട്ടുണ്ട്. അത് ശോഭ ചേച്ചി തന്നെ സമ്മതിച്ചതാണ്. ഇനി ഇതൊന്നും ആരും വന്ന് പറയരുത്. ഇനി ശോഭ ചേച്ചി പറയുന്ന ഇപ്പോഴത്തെ കാര്യം, ആ വീഡിയോ എടുത്ത പയ്യൻ ശോഭ ചേച്ചിയോട് 3 തവണ ലൈംഗിക അധിക്ഷേപ രീതിയിൽ ആംഗ്യം കാണിച്ചു എന്നുള്ളതാണ്. ശോഭ ചേച്ചി പറയണ നോക്കൂ. ഒരു ചെറുപ്പക്കാരൻ, ഒരു 22-23 വയസ്സുള്ള ഒരു കുട്ടി സ്വന്തം അമ്മയുടെ പ്രായമുള്ള എന്നെ നോക്കി സെക്ഷലി ഹറാസ്മെന്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരാക്ഷൻ 3 തവണ കാണിച്ചാൽ ഞാൻ കാറ് നിർത്തി അവന്റെ അരികിലേക്ക് ചെല്ലണ്ട എന്നാണോ നിങ്ങൾ പറയുന്നത്? ചെല്ലണം. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ചെല്ലണം. അവന്റെ ചേപ്പ കുറ്റിക്ക് കൊടുക്കണം, ഒരു സംശയമില്ല. അപ്പൊ തീർച്ചയായിട്ടും ഞങ്ങൾ ശോഭ ചേച്ചിയുടെ ഒപ്പം നിൽക്കും. പക്ഷെ ഇവിടെ പ്രശ്നമുണ്ട്. ശോഭ ചേച്ചി അവൻ അതൊന്നും പറഞ്ഞിട്ടില്ല. അവൻ ആകെ എടുത്തെത്തിട്ട് പറഞ്ഞത് പൈസ കൊടുക്കുന്നത് മോശമല്ലേ എന്നുള്ളതാണ്. പിന്നെ ഇതൊരു ഇലക്ഷൻ സമയമാണ്. താങ്കളെപ്പോലുള്ള ആളുകളുടെ നേരെ നോക്കിയിട്ട് ഈ ലൈംഗികപരമായിട്ടുള്ള അധിക്ഷേപ ചിഹ്നങ്ങളും മറ്റൊക്കെ കാണിക്കുക എന്ന് പറയുന്ന തരത്തിലേക്ക് പാലക്കാട്ടുകാർ അത്ര മോശമല്ലെന്നേ. അത്രയ്ക്ക് നാറികളൊന്നല്ല പാലക്കാട്ടുകാര്. എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. നിഷ്കളങ്കരായിട്ടുള്ള ജനതയാണ്. NMR റസാഖ് അടക്കമുള്ള ഒരു ജനതയാണ് പാലക്കാട്ടുകാര്. ഞാൻ അവിടെ പോയിട്ടുണ്ട്. എനിക്ക് അവിടുത്തെ ആളുകൾ അറിയാം. അതുകൊണ്ട് കൂടിയാണ് ഈ പറയുന്നത്. ഭയങ്കര സ്നേഹത്തോടു കൂടി പെരുമാറുന്ന ആളുകളാ. കഴിഞ്ഞിട്ടില്ല. വളരെ വേദനയോടെയാണ് ഞാനിപ്പോ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. വേദന ഉണ്ടാവണം. ഇന്ന് തെരഞ്ഞെടുപ്പിന്റെ കൊട്ടിക്കലാശം കഴിഞ്ഞതിന് ശേഷം നിശബ്ദ പ്രചരണത്തിന്റെ ദിവസമാണ്. പിരായിരി പഞ്ചായത്തിൽ ഒരു ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ അവിടുത്തെ ആളുകൾക്ക് കാണണമെന്ന് ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ഒരു ക്യാൻസർ പേഷ്യന്റ്, അദ്ദേഹം ഇവരെങ്ങോട്ടൊക്കെയോ പോകുന്നുണ്ട്. ഇനിയിപ്പോ ഇവര് പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, അവൻ വളരെയധികം അമാന്യമായ രീതിയിൽ ഇവരോട് പെരുമാറിയെന്നാണ്. ഇനി ഇവർ അവരുടെ വീഡിയോ എടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് ആ വീഡിയോ ഒന്ന് കാണുന്നത് നിങ്ങൾക്ക് നന്നായിരിക്കും. ഇതാ, കൃത്യമായിട്ട് നമുക്ക് കാണാൻ കഴിയും. ശോഭ ചേച്ചി അവരുടെ മൊബൈലിൽ പിടിച്ചു വാങ്ങിക്കാനുള്ള എല്ലാ ശ്രമവും നടത്തുന്നുണ്ട്. ഭാവി MLA, താൻ MLA ആകാൻ പോകുന്ന ആ മണ്ഡലത്തിലെ ഒരു വോട്ടറോട് പറയാണ്, നിന്നെ ഞാൻ ഇന്ന് പോലീസ് സ്റ്റേഷനിൽ കയറ്റും. അടിപൊളി. ഇവരൊക്കെ തന്നെ ജയിച്ചു വരണം കേട്ടാ.
ചെയ്തില്ല എന്ന് പറഞ്ഞരുത്. തുടക്കത്തിലെ ചേച്ചി അവന്റെ വല്യമ്മയ്ക്ക് കൊണ്ടുകൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. തൊട്ടുമുമ്പിൽ ഒരു സ്ത്രീ ഇരുന്ന് ഭയങ്കര ചിരി. ഭയങ്കര ബഹുമാനത്തോടു കൂടി കാണുന്ന ആൾക്കാരൊക്കെ തന്നെയാണ് പാലക്കാട്ട്, ഒരു സംശയമില്ല. പക്ഷേ ശോഭ ചേച്ചിക്ക് അതില്ല. അമ്മാതിരി ബഹുമാനമൊന്നും സ്വാഭാവികമായിട്ടും ഈ BJP-ക്കാരിൽ നിന്റെ പൊതുജനങ്ങളെ നിങ്ങൾ ആരും പ്രതീക്ഷിക്കരുത്. ഇവർ ഇലക്ഷനിൽ പങ്കെടുത്തിട്ടുള്ളൂ, അവർ ജയിച്ചിട്ടില്ല, വോട്ടെടുപ്പ് കഴിഞ്ഞിട്ടില്ല. അപ്പോഴേക്കും ഇവരുടെ നിലപാടുകളും അഭിപ്രായങ്ങളും ചെപ്പയ്ക്കടിക്കുന്ന മറ്റുള്ള അഭിപ്രായങ്ങളാണ് എങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ ഈ വീഡിയോയിൽ മുഴുവൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ശോഭ ചേച്ചിക്ക് ആകെ ഒരൊറ്റ പ്രശ്നമുള്ളൂ, അവരെ വീഡിയോ എടുത്തു എന്നുള്ളത് മാത്രമാണ് പ്രശ്നം. ഇനി ശോഭ ചേച്ചി തുടക്കത്തിൽ പറഞ്ഞത് എന്തോ അശ്ലീലമായ ആംഗ്യങ്ങൾ കാണിച്ചു എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഈ സംസാരത്തിനിടയ്ക്ക് വരേണ്ടത് നീ എന്താണ് എന്നോട് കാണിച്ച ആംഗ്യം എന്നല്ലേ? അങ്ങനത്തെ ഒരു വാക്ക് പോലും ശോഭ ചേച്ചി ഇതിനിടയിൽ ഒരിടത്തും പറയുന്നില്ല. പിന്നെ എന്തിനാണ് ആ പാവം ചെറുപ്പക്കാരനെ മനഃപൂർവ്വം വാരി തേക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇങ്ങനെ പറയുന്നത്? ഇതിപ്പോ ഈ അടുത്ത കാലഘട്ടത്തിൽ കേരളത്തിൽ ഒട്ടുമിക്ക സ്ത്രീകളുടെയും ഒരു രീതിയായി മാറിയിട്ടുണ്ട്. ഒരു പുരുഷനെ കൊടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരനെ കൊടുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് നേരെ ഒരു ആരോപണം ഉന്നയിക്കുക, പിന്നെ അത് തെളിയിക്കേണ്ടത് അവൻ്റെ ഒരു വലിയ ബാധ്യതയായിട്ട് മാറുകയും അതിന്റെ പിന്നാലെ പോകേണ്ട ഒരവസ്ഥ ഉണ്ടാവുകയും ചെയ്യും. ഒന്ന് ആലോചിച്ച് നോക്കി, ആ ചെറുപ്പക്കാരെ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കല്ലേ? നോക്കാം. ഇനി എല്ലാം പരാജയപ്പെട്ടു. അവരോട് സംസാരിച്ചു എങ്ങനെയെങ്കിലും ആ വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി എല്ലാ ശ്രമങ്ങളും ശോഭ ചേച്ചി നടത്തുന്നുണ്ട്. ഇനി അവസാനം ആ മുമ്പിലിരിക്കുന്ന സ്ത്രീയോട് നിങ്ങളൊരു ബാക്കി സ്ഥാനാർത്ഥി വീഡിയോ എടുത്ത് എന്താ പ്രശ്നം? ചേച്ചി നിങ്ങൾക്ക് അറിയാലോ, നമ്മളെ അറിയാലോ, നിങ്ങൾക്ക് ബഹുമാനത്തോട് കാണുന്നവരാണ്. ഇവിടെ ചേച്ചിന്റെ അവസാനം കാറിൽ കയറാൻ ഷാഫി നാട് മുഴുവൻ നടന്നിട്ട് പൈസ കൊടുക്കുന്നുണ്ട്. പിന്നെന്താ എനിക്ക് കൊടുത്താണ്? അതായത് ഇവർ പണം ആ ഒരു പയ്യൻ കൃത്യമായിട്ട് പറഞ്ഞു, നിങ്ങളൊരു കാൻഡിഡേറ്റ് ആണ്, ഈ മണ്ഡലത്തിൽ BJP-യെ പ്രതിനിധീകരിക്കുന്ന ഒരു കാൻഡിഡേറ്റ് ആണ്, ആ ഒരു ബോധം പോലും നിങ്ങൾക്കില്ലേ എന്ന് അവൻ കൃത്യമായി ചോദിക്കുന്നുണ്ട്. ഇനി ഞാൻ നിങ്ങൾക്ക് ആ ചെറുപ്പക്കാരന്റെ വീഡിയോ കാണിച്ചു തരാം. എന്നോട് ആദ്യം തന്നെ പറഞ്ഞത് ഞങ്ങളുടെ വണ്ടിനെ തടുക്കുകയും ഞങ്ങൾ പാസ് ചെയ്തോണ്ട് ഞങ്ങളുടെ വണ്ടിനെ തടുക്കുകയും ചെയ്തിട്ട് അപ്പൊ ഞങ്ങൾ പറയുണ്ടായി, ഞങ്ങൾ തടുത്തതും പറഞ്ഞു പൈസ കൊടുത്ത് വോട്ട് ചോദിക്കുന്നത് ശരിയായ ഒരു നയമല്ല. ആ വീഡിയോ നിങ്ങൾക്ക് എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അയച്ചു തന്നാണ്, ആ വീഡിയോസ് പരിശോധിച്ചാൽ തന്നെ കാണാം. അതിനുശേഷം ശോഭ ചേച്ചി, ഇപ്പോഴും ഞാൻ പറയുന്നത് ശോഭ ചേച്ചി എന്റെ അമ്മയുടെ പ്രായമുള്ള ഒരു സ്ത്രീ ആയിട്ടൊക്കെ അവര് വന്ന് കാറ് തടഞ്ഞ് നിങ്ങളോട് സംസാരിക്കുമ്പോഴും ലൈംഗിക ചേഷ്ട കാണിച്ചു, എന്തിനാണ് കാണിച്ചത്? അല്ല, അങ്ങനെ അവര് ചോദിച്ചോ? അല്ല, എന്നോട് അങ്ങനെയൊന്നും സംസാരിച്ചില്ല. വീഡിയോ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കണം. എന്നോട് നിങ്ങൾ എന്തിനാ വീഡിയോ എടുക്കുന്നത്? അപ്പോൾ ഞങ്ങൾ നിങ്ങളൊരു ഈ ഒരു മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയാ. അപ്പൊ സ്ഥാനാർത്ഥിന്റെ കൂടെ ഞാൻ വീഡിയോ ശോഭ ചേച്ചിന്റെ വീഡിയോ കുറച്ച് മുമ്പ് കാണുകയുണ്ടായി. 3 പേരെ വണ്ടിയിൽ സഞ്ചരിച്ചില്ലെന്നു. ഞാൻ അയച്ചുതന്ന വീഡിയോയിൽ ഉൾപ്പെടെ 4 പേര്, ആ പൈസ കൊടുത്ത സ്ത്രീ ഉൾപ്പെടെയുള്ള ആൾക്കാർ 4 പേര് ആ വീഡിയോയിൽ കറക്റ്റ് ആയിട്ട് കാണുകയുണ്ട്. ഡ്രൈവർ ഉൾപ്പെടെ 4 പേര് അതിലുണ്ട്. എന്നിട്ട് ഇപ്പൊ ശോഭ ചേച്ചി പറയുന്നത് അവരറിയില്ല എന്നാണ്. അവരറിയില്ല എന്ന് പറഞ്ഞ ആ സ്ത്രീ, എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞ അതേ സ്ത്രീ ഈ ശോഭ ചേച്ചിയോടൊപ്പം നിൽക്കുന്ന ഒരുപാട് ദൃശ്യങ്ങൾ, ആ കാറിൻ്റെ ഉള്ളിൽ നിന്നിട്ട് ഫോൺ ചെയ്തിട്ട് പുറത്തേക്ക് നോക്കുന്ന ദൃശ്യങ്ങളൊക്കെ ഇപ്പൊ പുറത്തു വന്നിട്ടുണ്ട്. എല്ലാ സംഗതികളും പ്രശ്നമായിരിക്കുന്നു. പണം നൽകിയ സിമി ശോഭയ്ക്കൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ ഇപ്പോൾ കോൺഗ്രസിൽ നിന്ന് അവർ പുറത്തു വിട്ടിട്ടുണ്ട് എന്നർത്ഥം. ഇനി ശോഭ ചേച്ചി കുടുങ്ങാൻ പോകുന്നു ഞാൻ പറഞ്ഞത്
ഇതാ ഈ ഒരു കാര്യം കൊണ്ടാണ്. കേൾക്കണം കേട്ടോ. ഇതല്ല ശരാ എവിടാത്. ആ വരട്ടെ. KPCC Secretary DV Vinoda contest with Pinarayi Sarkar. ഇതല്ലൊരു കോൺഗ്രസ് വിട്ട കാര്യമല്ല. വേറൊരു വീഡിയോ ഉണ്ടാവില്ല. ആ ഇതാ First on reporter പാലക്കാട്ടെ ആ പണം കൈമാറ്റത്തിൽ കർശന നടപടിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകിയിരിക്കുന്നു. കേസെടുക്കാൻ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ കേൽക്കർ പോലീസിന് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട് അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് നിർദ്ദേശം. ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ റോഷിബ നമ്മളിതാ സംസാരിച്ചു നിർത്തിയതേയുള്ളൂ. കർശന നടപടിക്ക് നിർദ്ദേശം നൽകുന്ന മുഖ്യ തെരഞ്ഞെടുപ്പ്. അതായത് എന്റെ പ്രിയപ്പെട്ട പാലക്കാട്ടുകാരെ, നിങ്ങൾ ആരും ഇനി ശോഭ ചേച്ചിക്ക് വോട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടാവില്ല. ചെയ്ത ആ വോട്ട് തന്നെ വേസ്റ്റ് ആയി പോകും. കാരണം പണം കൊടുത്തു എന്ന് ഈ വീഡിയോയിലും മറ്റും കൃത്യമായിട്ടുള്ള തെളിവുകളുണ്ട്, സാക്ഷികളുണ്ട്. അതുകൊണ്ട് തന്നെ ചേച്ചി പറയുന്ന ഈ ലൈംഗിക അധിക്ഷേപ വർത്തമാനങ്ങളൊന്നും നിലനിൽക്കാൻ പോകുന്നില്ല. കാരണം അങ്ങനെയായിരുന്നുവെങ്കിൽ ആ ചേച്ചി പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് ശോഭ ചേച്ചി ആ പയ്യനോട് ചോദിക്കേണ്ടത് നീ എന്താടാ എന്നോട് ഈ കാണിച്ച ആംഗ്യങ്ങളെല്ലാം എന്നായിരുന്നു. പക്ഷെ അങ്ങനത്തെ ചോദ്യങ്ങളൊന്നും ഇവിടെ ചോദിച്ചിട്ടില്ല എന്നുള്ളതുകൊണ്ട് തന്നെ പെട്ടുകിടക്കുകയാണ് വിജയ. ആർക്കെന്ന കൂടിനെ അറിയാം. ബൈ.